ഞങ്ങളുടെ VBS തീർന്നു കേട്ടോ. ഞങ്ങളുടെ വെക്കേഷൻ ബൈബിൾ സ്കൂളിൻ്റെ ക്ലാസ്സുകളൊക്കെ തീർന്നു. ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമത്തിലാണ് കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങളുടെ VBSന് പോയിരുന്നതാണ്. അപ്പോൾ അനിരുദ്ധ് എന്നൊരു സാറാണ് കേട്ടോ ഞങ്ങളുടെ VBSന് ഡയറക്ടറായിട്ട് വന്നിരുന്നത്. പിന്നെ ഞങ്ങളുടെ ചർച്ചിലുള്ള ടീച്ചേഴ്സൊക്കെ തന്നെയായിരുന്നു, സൺഡേ സ്കൂൾ ടീച്ചേഴ്സൊക്കെ തന്നെയായിരുന്നു അവരെ VBSും പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് യാതൊരു അപരിചിതത്വം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുട്ടികളും ഞങ്ങളുടെ അടുത്തടുത്തുള്ള സഭയിലെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇത് നമ്മൾ കുഞ്ഞുങ്ങളോട് ബൈബിളിൻ്റെ വചനങ്ങളും പ്രാർത്ഥനകളും കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ വളരെ രസകരമായി കളികളിലൂടെ അവരെ അത് പഠിപ്പിക്കുകയും അവരുടെ ഉള്ളിലേക്ക് അത് സംഗ്രഹിച്ചു കൊടുക്കുകയും ചെയ്തതാണ് കേട്ടോ ഈ ടീച്ചേഴ്സും ഈ ഡയറക്ടറും. അവരെ ഒത്തിരി അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇന്ന് വളരുന്ന ആ ശീലം അവരുടെ മരണം വരെയും, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ അവരുടെ മരണം വരെയും അത് അവരുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവും. നമ്മൾ കുട്ടിക്കാലത്ത് എന്ത് പഠിക്കുന്നോ അതൊരിക്കലും നമ്മുടെ തലച്ചോറിൽ നിന്നോ നമ്മുടെ മനസ്സിൽ നിന്നോ മാഞ്ഞു പോയില്ല കേട്ടോ. അതിലൊരു അനുഭവസ്ഥയാണ് ഞാനും. എൻ്റെ സൺഡേ സ്കൂളിനും VBSനും ഒത്തിരി സന്തോഷത്തോടെ പങ്കെടുത്തിരുന്നൊരു വ്യക്തിയായിരുന്നു. അന്ന് അതിൻ്റെ ശരിക്കുമുള്ള പ്രയോജനം മനസ്സിലാക്കിയിരുന്നില്ലെങ്കിലും VBSനൊക്കെ കളിയും ചിരിയും പാട്ടുമായിട്ടൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടുകൂടാൻ വേണ്ടി ഇഷ്ടമായിരുന്നതുകൊണ്ട് അങ്ങനെ പോരുന്നതാണ്. പക്ഷേ അന്ന് പഠിച്ച വാക്യങ്ങളും വചനങ്ങളും ഒക്കെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയോജനപ്പെട്ടു. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പലപ്പോഴും പതറി നിന്നപ്പോഴൊക്കെയും ആ വചനങ്ങളും ആ പ്രാർത്ഥനകളും ഒക്കെയാണ് കേട്ടോ എന്നെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ VBSന് വിട്ടിരുന്നത്. അതിന് പ്രയോജനം നമുക്ക് മനസ്സിലായി ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് പ്രയോജനപ്പെടും. അതുകൊണ്ട് തന്നെ പനിയുടെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരാഴ്ച സ്കൂളിൽ വിട്ടില്ല എങ്കിൽ പോലും ഞാൻ VBSന് അവരെ കൊണ്ടുവിട്ടിരുന്നു. അത്രമേൽ അവർക്കത് ജീവിതത്തിൽ പ്രയോജനപ്പെടും. ഈ ഒരാഴ്ച പഠിച്ച കാര്യം അവർക്ക് ഒരായുഷ്കാലം മുഴുവൻ പ്രയോജനപ്പെടുമെങ്കിൽ നമ്മൾ എന്തിനത് വേണ്ടെന്ന് വെക്കണം. പണ്ടൊക്കെ ഞങ്ങളുടെ VBS സാറ് പോകുമ്പോൾ ഈ 7 ദിവസം എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലൊക്കെ 10 ദിവസമായിരുന്നു കേട്ടോ. 10 ദിവസം VBS ക്ലാസ് ആയിരുന്നു. അതിൽ ഓരോ ദിവസവും ഓരോ തീമും ഉണ്ടായിരിക്കും കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് ഡേ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹവിരുന്ന്, പിന്നെ ഒരു ദിവസം സന്ദർശന ദിവസം, അങ്ങനെ ഈ 10 ദിവസം ഓരോ തീം വെച്ചിട്ടാണ് VBS ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സമർപ്പണ ദിവസം എന്നൊരു ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ആ സമയത്ത് കരഞ്ഞു പോയിട്ടുണ്ട്. ആ സ്വയം സമർപ്പിച്ച് അന്ന് 5, 6, 7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് കേട്ടോ. ആ സമർപ്പണ സമയത്ത് നമ്മൾ ആരും പ്രേരിപ്പിക്കാതെ തന്നെ നമ്മൾ സ്വന്തം ജീവിതം നമ്മൾ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് കൊടുത്തിരുന്നു കേട്ടോ. അതൊക്കെ ആ സാറ് പഠിപ്പിക്കാൻ വരുന്ന സാറിൻ്റെ ഒരു മിടുക്ക് കൊണ്ടുകൂടി തന്നെയാണ് നമ്മളെ ആ ഒരു ലെവലിലോട്ട് എത്തിക്കുന്നത് കേട്ടോ. അന്നൊക്കെ ഞങ്ങൾ തീരുമാനം എടുക്കുന്നത് സീരിയൽ കാണത്തില്ല, TV കാണത്തില്ല, സിനിമ കാണത്തില്ല. അന്നത്തെ കുഞ്ഞു പ്രായത്തിൽ അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു എടുക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വഴക്കുണ്ടാക്കത്തില്ല, മമ്മിയും പപ്പയും പറയുന്നതൊക്കെ അനുസരിക്കും, അവരോട് വഴക്കുണ്ടാകത്തില്ല, സഹോദരങ്ങളോട് വഴക്കുണ്ടാകത്തില്ല എന്നൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ തീരുമാനങ്ങൾ. അതൊക്കെ കുറേ നാൾ തന്നെ ഞങ്ങൾക്ക് പാലിക്കാനും ഞങ്ങൾക്ക് പറ്റിയിരുന്നു. പക്ഷേ കുറച്ചൊക്കെ കഴിയുമ്പോൾ നമ്മളതൊക്കെ മറന്നു പോകും. പിന്നെ വലിയ കുട്ടികളാവും. എങ്കിലും ആ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു കേട്ടോ. പിന്നെ വലിയ കുട്ടികളായി VBSന് പോയി തുടങ്ങിയപ്പോൾ ആ വലിയ കുട്ടികളുടേതായിട്ടുള്ള തീരുമാനങ്ങളും നമ്മുടെ എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാമോ, തെറ്റായ കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കാമോ, അതൊക്കെ ഒരു തീരുമാനം എന്ന രീതിയിൽ നമ്മൾ എടുത്തിരുന്നു കേട്ടോ. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷേ പിന്നീടുള്ള ജീവിതയാത്രയിലുടനീളം ആ VBSും സൺഡേ സ്കൂളും അവിടുത്തെ ടീച്ചേഴ്സും ഒക്കെ മനസ്സിൽ മിഴിവോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് രസകരമായ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഈ VBS സാറ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. പിന്നീട് ഭയങ്കര സങ്കടമൊക്കെ ആയിരിക്കും VBS സാറിനെ കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത്. അത്രമാത്രമായ ഒരു ആത്മബന്ധം ഈ സാറും കുട്ടികളും തമ്മിൽ ഈ 10 ദിവസത്തിനുള്ളിൽ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നീട് ഏറ്റവും രസകരമായ ഒരു ഓർമ്മയാണ് സ്നേഹവിരുന്ന് എന്ന് പറയുന്നത്. അന്ന് എല്ലാ കുട്ടികളുടെയും വീട്ടിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, സ്നാക്സ് ഒക്കെ കേട്ടോ. അതുവരെ പള്ളിയിൽ നിന്നുള്ള പപ്സും ചായയും വടയൊക്കെ ആയിരിക്കും തരുന്നത്. ആ സമയങ്ങളിൽ എല്ലാ കുട്ടികളുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മുഖാന്തരം ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് അന്ന് വരും കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി തന്നെ ഞങ്ങൾ അന്ന് സന്തോഷപൂർവ്വം പോകാറുണ്ട്. അന്ന് കുഞ്ഞു കുട്ടികളല്ലേ, അപ്പം വ്യത്യസ്തമായ ഫുഡൊക്കെ പരീക്ഷിച്ച് നോക്കുക എന്നുള്ളത് ഇഷ്ടമുള്ളൊരു വിനോദമാണല്ലോ. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരുടെയും പാത്രത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അതിലൂടെ ഒരു കാര്യം പഠിക്കുകയായിരുന്നു. നമ്മുടെ ഷെയറിങ് കെയറിങ് എന്നുള്ള ഒരു തത്വം നമ്മൾ അന്ന് പഠിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ പറയാതെ നമ്മളെ ടീച്ചർമാർ പഠിപ്പിച്ചൊരു കാര്യമാണ് നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുക എന്നുള്ളത്. ഞങ്ങളുടെ അന്നത്തെ കാലത്ത് സ്റ്റേജ് ഫിയർ മാറാനുള്ളൊരു ആദിമ വേദിയായിരുന്നു കേട്ടോ ഈ സൺഡേ സ്കൂളും VBS എന്നൊരു പ്ലാറ്റ്ഫോം. എൻ്റെ മോളുടെ കാര്യത്തിലും ഒരു സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടിയായിരുന്നു കേട്ടോ അവൾ. അവിടെ സ്റ്റേജ് ഫിയർ മാറാൻ കാര്യം ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ പ്ലാറ്റ്ഫോം ആയിരുന്നു. നമുക്ക് നമ്മുടെ പിതാക്കന്മാർ പകർന്നു തന്ന വിശ്വാസ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരുന്നതിന് ഒരു പ്രധാന കാരണമാണ് കേട്ടോ VBS സൺഡേ സ്കൂളും ഒക്കെ. നമ്മൾ നാട്ടിലാണെങ്കിൽ അതിന് അത്ര പ്രയാസമുള്ള കാര്യമല്ല. വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ കാണും. അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ പറഞ്ഞ് നേരെയാക്കാനും നേരെ വഴി നടത്താനും ഒക്കെ. പക്ഷേ പ്രവാസികളായിരിക്കുന്നിടത്തോളം കാലം അതിനൊക്കെയുള്ള സാധ്യതകൾ നമുക്ക് കുറവാണ്. നമ്മൾ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളുടെ അടുത്ത്. പിന്നീട് അവരുമായിട്ട് ബന്ധമുള്ളത് ഡേ കെയറിലെ ആൻറ്റിമാർക്കും പിന്നെ അവരുടെ കൂട്ടുകാർക്കും, അങ്ങനെ സ്കൂളിലെ കൂട്ടുകാർ അങ്ങനെയുള്ളവരൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഈ VBS സൺഡേ സ്കൂള് എന്നൊക്കെ പറയുന്നത് അവർക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല കേട്ടോ. നമ്മുടെ വിശ്വാസ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വളർത്തുക, അല്ലെങ്കിൽ അതിൻ്റെ തീക്ഷ്ണത വളർത്തി അവരെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ശ്രമകരമായ കാര്യമാണ് കേട്ടോ. ആ കാര്യമാണ് ഈ ടീച്ചേഴ്സ് ഈ കുഞ്ഞുങ്ങളിലൂടെ സാധിച്ചെടുക്കുന്നത്.
പിന്നെ ഈ ടീച്ചേഴ്സും ഡയറക്ടറും മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിൻ്റെ കൺവീനേഴ്സ്, ഇതിൻ്റെ വോളണ്ടിയേഴ്സ്, പിന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് കുഞ്ഞുങ്ങളെ വിടുന്ന മാതാപിതാക്കൾ, അങ്ങനെ ഒത്തിരി പേര് ആശ്രാന്തം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ VBS ഈ വർഷത്തെ പൂർത്തിയായത്. ഞങ്ങളുടെ VBS മാത്രമല്ല, എല്ലാ VBSും തന്നെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു VBSൻ്റെ ഓർമ്മയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.